കരിമീനിനെ വെല്ലുന്ന ടേസ്റ്റുള്ള തിലോപ്പിയ ഫ്രൈയും അതുപോലെ തന്നെ പാലക്കാടൻ മട്ടേരി ചോറും കഴിച്ചിട്ട് അടിപൊളി വ്യൂവും കണ്ടിട്ടായിരുന്നു ഞങ്ങളുടെ മലമ്പുഴ യാത്ര തുടങ്ങിയത് തന്നെ. അപ്പോൾ ഇവിടെ നിന്നുള്ള മലമ്പുഴ ഡാമിൻ്റെ വേറൊരു വ്യൂ അടിപൊളി തന്നെയാണ്. അതായത് മലമ്പുഴ ഡാം സൈറ്റ് വ്യൂ എന്നാണ് ഇവിടെ ഗൂഗിളിൽ അടിച്ചാൽ വരിക. അപ്പോൾ ഇവിടെ വന്നാൽ തീർച്ചയായും ട്രൈ ചെയ്യണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളും അതുപോലെ ഫുഡും. അത് കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ പോയത് റോപ്പ് വേയിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇനി റോപ്പ് വേയിലെ കാഴ്ചകളാണ് ഈ വീഡിയോ കാണുന്നത്. ഈ കാണുന്നതാണ് റോപ്പ് വേയുടെ എൻട്രൻസ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദൂരെയായിട്ട് ഡാമിൻ്റെ കെട്ടും കാണുന്നുണ്ട്. ഇവിടെ ചാർജൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഒരാൾക്ക് 75 രൂപയാണ് GST അടക്കം. പിന്നെ കുട്ടികൾക്ക് ഫ്രീ ആണ്. കുട്ടികൾ പറഞ്ഞാൽ 110 സെൻറ്റിമീറ്ററിന് താഴെയുള്ള കുട്ടികൾക്കാണ് ഫ്രീ. ബാക്കി എല്ലാവർക്കും അധികം ചാർജൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് QR കോഡ് വഴി സ്കാൻ ചെയ്തിട്ടൊക്കെ GPay ഒക്കെ ചെയ്യാം. അതുകൂടാതെ തന്നെ ക്യാഷായിട്ടും അടയ്ക്കാം കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ഈ വഴികളിലൂടെ ഇങ്ങനെ കറങ്ങി കറങ്ങി പോകണം. അത് തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള അഴികളുടെ ഇടയിലൂടെ കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് തിരക്കില്ല, പക്ഷേ ഞായറാഴ്ച ദിവസങ്ങളിൽ നല്ല തിരക്കാന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ കൊടുത്ത ടിക്കറ്റ് എടുത്തു, അവിടെ സ്കാൻ ചെയ്തു. രണ്ട് പേര് വെച്ചിട്ടാണ് അവർ കടത്തി വിടുന്നത് കേട്ടോ. ഇനി എൻ്റെ ടൈമായി. ഇവർ പോകുന്നത് നമുക്ക് ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ. പെട്ടെന്ന് വരും, ചാടിക്കയറി ഇരിക്കുക, അവർ ലോക്ക് ചെയ്തു, നേരെ അങ്ങനെ വിടുകയാണ്. ഇനി എൻ്റെയാണ് കേട്ടോ ടേണ്. അപ്പോൾ നമ്മൾ ആ ഫുഡ് ചിത്രം വരച്ചവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ പുറകിലായിട്ട് അത് വന്നിരിക്കും. അപ്പോൾ പെട്ടെന്നായിരിക്കണം കേട്ടോ ഇതെല്ലാം ചെയ്യുന്നത്. ആ എംപ്ലോയീസ് പെട്ടെന്നായിരിക്കും നമുക്ക് ലോക്കെല്ലാം ഇട്ട് തരാം, കാലം ഇങ്ങനെ വെച്ച് തരാം. അങ്ങനെ ഇരുന്നു ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കാം കേട്ടോ. അപ്പോൾ ഒറ്റയ്ക്കായിരുന്നു കേട്ടോ ഞാൻ. ബാക്കി എല്ലാവരും ഈ 2 പേരിനെ വെച്ചിട്ടാണ് വിട്ടത്. നമ്മളിപ്പോൾ ഒറ്റയ്ക്കാണെങ്കിൽ ഒറ്റയ്ക്കും വിടും, അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൂടെ വരണ്ടെങ്കിൽ അവരുടെയും കൂടെ ഇരിക്കാം. കുറേ റോപ്പ് വേ കാറുകൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. താഴെയായിട്ട് ഡാമിൻ്റെ ഗാർഡനും അതുപോലെ തന്നെ ഡാമിൻ്റെ സൈറ്റ് ഇതെല്ലാം കാണാൻ പറ്റും കേട്ടോ. അതായത് മലമ്പുഴ ഡാമിൻ്റെ ഒരറ്റം തൊട്ട് ഒരറ്റം വരെ നടക്കാൻ വയ്യാത്തവർക്ക് ഈ റോപ്പ് വേയിൽ കയറാം. അപ്പം നമുക്ക് സുഖമായിട്ട് ഒരു 10 മിനിറ്റിനുള്ളിൽ ഇതെല്ലാം കണ്ടുവരാം. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ പോകുന്നത്. നല്ല രസമുണ്ട് എന്തായാലും പോകാൻ. ഭയങ്കര വെയിലാട്ടോ. വെയിൽ കൊണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് ഒന്ന് ക്ഷീണിക്കും. വേനൽക്കാലത്തൊക്കെ പോകണം. ഒരുപാട് തവണ ഞാൻ ഈ മലമ്പുഴ ഡാമിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എപ്പോൾ വന്നാലും ഞാൻ റോപ്പ് വേയിൽ കയറാൻ ശ്രമിക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള മലമ്പുഴ ഡാമിൻ്റെ വ്യൂവും അതുപോലെ തന്നെ ഗാർഡൻ്റെ വ്യൂ ഒക്കെ അടിപൊളിയാണ് കാണാൻ. തീർച്ചയായും ഈ ഒരു ആംഗിളിലാണ് നമ്മൾ ശരിക്കും കാണേണ്ടത്. കാരണം ഗാർഡനൊക്കെ നമ്മൾ ഒരു തവണ നടന്നാൽ എത്തിത്തീരാൻ പറ്റാത്ത അത്രയും വലുതാണ്. നമുക്ക് എല്ലാ ഭാഗവും കവർ ചെയ്യാനും പറ്റില്ല. പക്ഷേ ഇതിൽ പോയി കഴിഞ്ഞാൽ ഗാർഡൻ എല്ലാ ഭാഗവും നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ പനോരമിക് വ്യൂവിലിരുന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഡാമിൻ്റെ ഒരു വ്യൂവും അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഇത് കണ്ടില്ലേ, ഇങ്ങനെ കാണാനാണ് ഭംഗി. എന്ത് ഭംഗിയല്ലേ നമ്മുടെ മലമ്പുഴ കാണാൻ. ഏറ്റവും വലിയ ഡാമാണ് കേട്ടോ പാലക്കാട് ജില്ലയിലും അതുപോലെ തന്നെ കേരളത്തിലെ 2ാമത്തെയും. ഞാൻ ഈ റോപ്പ് വേയിൽ ആദ്യമായിട്ടല്ല കയറുന്നത്. പക്ഷേ ഓരോ തവണ കയറുമ്പോഴും എനിക്കിത് ആദ്യമായിട്ട് കയറുന്ന അതേ ഒരു എക്സൈറ്റ്മെൻറ്റും അതുപോലെ തന്നെ ഭംഗിയും എല്ലാം കിട്ടുന്നുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വേറൊരു സ്പോട്ടുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അതായത് നമ്മൾ പേടിച്ചു പോകും. ഈ സൈഡൊന്നും അല്ല കേട്ടോ. ഈ സൈഡ് ഞാൻ വെറുതെ കാണിച്ചു എന്നേ ഉള്ളൂ. ആ മലയും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇങ്ങനെ താഴോട്ടൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഒരു പേടിയാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ നിന്ന് മൊബൈൽ പോവുമോ, നമ്മൾ താഴേക്ക് ഇങ്ങനെ വീണ് പോവുമോ എന്നൊക്കെ ആയിരിക്കും നമ്മളുടെ ചിന്തയിൽ മനസ്സിൽ. അപ്പോൾ ഞാൻ പറഞ്ഞതാ പേടിപ്പിക്കുന്ന സ്പോട്ട് എത്തി തുടങ്ങി കേട്ടോ. പേടിപ്പിക്കുന്ന പറഞ്ഞാൽ നമുക്ക് മനസ്സിന് പേടിയുള്ളവർക്കേ ഉണ്ടാവുള്ളൂ. കാരണം എന്താ വെച്ചാൽ ആ വെള്ളമില്ലേ, മലമ്പുഴ ഡാമിൽ നിന്ന് ഷട്ടർ തുറന്നിട്ട് പോകുന്ന ആ വ്യൂ കാണാൻ നല്ല ഭംഗിയാണ്. ആ കനാലിന് മേലെ കൂടിയാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. ഈ ഒരു വ്യൂ എത്തുമ്പോഴാണ് എനിക്ക് ഭയങ്കരമായിട്ട് പേടിയാണ്. പിന്നെ അതുകൂടാതെ തന്നെ ഈ പോസ്റ്റിൻ്റെ അവിടെ എത്തുമ്പോൾ നമ്മുടെ ഈ വണ്ടിക്ക് ഒരു ജെർക്കിങ് ഉണ്ട് കേട്ടോ, കേബിൾ കാറിന്. ആ പോസ്റ്റ് മറികടക്കുമ്പോൾ അതിലുണ്ടാകുന്ന ഒരു ചെറിയ ഫ്രിക്ഷനാണ് ഇത്രയും വലിയ ജെർക്കിങ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇതിന്. അത് കാണുമ്പോൾ ഒരു പേടിയുണ്ടാവും. പിന്നെ അതുകൂടാതെ തന്നെ ഈ ഒരു വ്യൂ ഇല്ലേ, വെള്ളത്തിന് മേലിലുള്ള ആ വ്യൂ കാണാൻ ഭംഗിയുണ്ട്, അതുപോലെ തന്നെ പേടിയാവുന്നു. അയ്യോ എന്ത് ഭംഗിയല്ലേ ഇവിടെ നിന്ന് നോക്കാൻ. ശരിക്കും ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യണമല്ലോ. തീർച്ചയായും നിങ്ങൾ ഈ മലമ്പുഴയിലെ റോപ്പ് വേ ഒക്കെ കയറണം. ഞാൻ ഇതിനു മുമ്പ് കേരളത്തിൽ കയറിയ റോപ്പ് വേ എന്ന് പറയുന്നത് നമ്മുടെ ജഡായുപ്പാറയിലാണ്. അതും ഒന്നൊന്നര റോപ്പ് വേ തന്നെയാണ്. പക്ഷേ ഈ മലമ്പുഴയുടെ ഭംഗി പറഞ്ഞാൽ അത് വേറെ തന്നെ കേട്ടോ. താഴെയായിട്ട് നമുക്ക് സ്പീഡ് ബോട്ടുകളും അതൊക്കെ ഇങ്ങനെ സഞ്ചാരികളെ കൊണ്ടുപോകുന്ന ബോട്ടുകളാണ് കേട്ടോ. സ്പീഡല്ല, ആ ഒരു മോട്ടോർ പിടിപ്പിച്ച ബോട്ടുകളിൽ ഇങ്ങനെ സഞ്ചാരികളെ കൊണ്ടുപോകുന്നുണ്ട്. അതുകൂടാതെ തന്നെ സ്പീഡ് ബോട്ടുകൾ അപ്പുറത്ത് വേറെ ഉണ്ട് കേട്ടോ. ഞാൻ പണ്ട് ഇവിടെ വന്നിട്ട് സ്പീഡ് ബോട്ടിൽ പോയിട്ടുണ്ട്. ഡാമിൻ്റെ ഈ വശത്ത് കാണിച്ചു തരാം. ഡാമല്ല, ഡാമിൻ്റെ കനാലിൻ്റെ ഈ വശത്ത്. ഇതാണ് ഏറ്റവും വലിയ പുഴയുടെ ഒരു ഭാഗം കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതൊക്കെ പൊട്ടി പൊളിഞ്ഞ് കിടക്കുന്നത്. ഇതൊക്കെ വാക്ക് വേ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു മുമ്പൊക്കെ പോകാൻ കേട്ടോ. പക്ഷേ അത് മരത്തിൻ്റെ ആയതുകൊണ്ടായിരിക്കണം പെട്ടെന്ന് കേട് വന്നു. അത് മെയിൻ്റെനൻസും ഇല്ല, അത് കാരണമാണ് അങ്ങനെ കേട് വന്നത്. ഒരു സൈഡിലായിട്ട് പെഡൽ ബോട്ടുകളും എല്ലാം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മോട്ടോർ ബോട്ടും അങ്ങനെ പോകുന്നുണ്ട്. ഈ വശത്തൂടെ ഡാമിൻ്റെ വേറൊരു ഷട്ടറിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ സ്റ്റെപ്പായിട്ട് വെള്ളം വീഴുന്ന ഒരു കാഴ്ചയാണ്.
പിന്നെ ദാ കാണുന്ന റോഡില്ലേ, ആ റോഡിലൂടെയാണ് നമ്മൾ വന്നത് കേട്ടോ. പിന്നെ അപ്പുറത്തായിട്ട് മെയിൻ റോഡ് കാണാം, കഞ്ചിക്കോട് റോഡ്. അതും നമുക്ക് ഇതിലൂടെ പോകുമ്പോൾ കാണാൻ പറ്റും. ഒരുപാട് കാമിതാക്കളൊക്കെ പോകുന്ന ഏരിയയാണ്. ഇതാ ഈ കാണുന്ന കാട്, അതിന് മുകളിലൂടെയാണ് കേട്ടോ റോപ്പ് വേ ഒക്കെ പോകുന്നത്. കുറച്ചപ്പുറത്തായിട്ട് യക്ഷിയൊക്കെ കാണാൻ പറ്റും. മലമ്പുഴയിലെ പ്രധാന സ്പോട്ടാണ് മലമ്പുഴ യക്ഷി. അത് അത് നമുക്ക് കാണിച്ചു തരാം കേട്ടോ. റോപ്പ് വേയിൽ കാണുമോയെന്ന് അറിയില്ല, ഭയങ്കര ഇതൊക്കെയാണ്, മരങ്ങളൊക്കെ ഉള്ള കാരണം കാണുമോയെന്ന് അറിയില്ല. എന്തായാലും നോക്കാം. ഇവിടെ കാണുന്നതാണ് ഈ കനാൽ. ഇതൊക്കെ ഓരോ സൈഡിലോട്ട് പോകുന്ന കനാലുകളാണ് കേട്ടോ. പാലക്കാട് ജില്ലയുടെ പല ഭാഗത്തും കൃഷി ആവശ്യത്തിന് പോകുന്ന വെള്ളത്തിനും അതുപോലെ തന്നെ കുടിവെള്ളത്തിനൊക്കെ ആയിട്ടാണ് മലമ്പുഴയിലെ വെള്ളം പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത്. ഡാമിൻ്റെ പല ഭാഗത്തായിട്ട് ഇതുപോലെയുള്ള മണ്ഡപങ്ങൾ പോലെയുള്ള കുറേ എണ്ണം വെച്ചിട്ടുണ്ട്. ദേ വരുന്നത് ഈ പോസ്റ്റ് വരുമ്പോഴാണ് ആ ജെർക്കിങ് ഉണ്ടാകുന്നത് കേട്ടോ. എല്ലാ പോസ്റ്റുകളിലും ഉണ്ട് ഇതുപോലെ. താഴെയായിട്ട് വേറൊരു കനാൽ കൂടി കാണുന്നുണ്ട് കേട്ടോ. ഈ മലമ്പുഴ ഡാമിൽ നിന്ന് ഒരുപാട് ഇങ്ങനെ കനാലുകളും വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാൻ പറ്റും. ഇപ്പം നിങ്ങൾ കേട്ട ഈ സൗണ്ടില്ലേ, അതാണ് കേട്ടോ ആ ജെർക്കിങ് ഞാൻ പറഞ്ഞത്. അത് കേൾക്കുമ്പോൾ നമുക്ക് താഴെ വീഴുമോയെന്നൊക്കെ പേടിയാവും. ഇതാണ്ടില്ലേ താഴെ കഞ്ചിക്കോട് റോഡാണ് കേട്ടോ. ഇതുവഴിയാണ് നമ്മൾ ആ കവയുടെ വേറൊരു വശത്ത് പോയല്ലോ, ആനക്കൽ റോഡ്. ആ റോഡാണ് കേട്ടോ ഈ കാണുന്നത്. ഇതിലുണ്ട് മേലെ കൂടെ ഇങ്ങനെ പോയി നമ്മളിങ്ങനെ തിരിച്ച് വരികയാണ്. ഇതാ ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്. ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും സേഫ്റ്റി എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. അച്ഛനും അമ്മയും പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് നേരെ ഇവിടെ വന്നിട്ട് ഒരു കറക്കം കറങ്ങിയിട്ട് വീണ്ടും തിരിച്ചു പോകും. അതായത് ഇതിങ്ങനെ കണക്റ്റഡാണ്, ഓരോന്നും കണക്റ്റഡ് ആയത് കാരണമാണ് നമുക്കിങ്ങനെ കണ്ട് ഇങ്ങനെ പോകാൻ പറ്റുന്നത്. ഇരുമ്പിൻ്റെ വലിയൊരു ഉരുക്ക് വീലാണ് കേട്ടോ നമ്മളിങ്ങനെ കറക്കുന്നത്. കണ്ടില്ലേ, അതും കറങ്ങുമ്പോൾ നമ്മളിങ്ങനെ കറങ്ങിപ്പോവും. ഇത് ശരിക്കും ആ വെഞ്ചിലിങ്ങനെ കെട്ടി വെച്ചിരിക്കുക. അതായത് ആ കയറ് ഇരുമ്പിൻ്റെ കയറാണ്, അതിലിങ്ങനെ നമ്മളെ മുറുക്കി വെച്ചിരിക്കുക, അതിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതാണ് ഈ റോപ്പ് വേയുടെ സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ റോപ്പ് വേ ചെയ്ത് ഒരുപക്ഷെ ഒരേ കമ്പനി ആയിരിക്കണം. കാരണം ഇത് കയറി വരുമ്പോൾ തന്നെ അവിടെ ഒരു പോസ്റ്റിൽ കണ്ടു കുറേ ചിത്രങ്ങൾ. ദേ പിന്നെയും വരുന്നത്. ഈ പോസ്റ്റ് എത്തുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ജെർക്കിങ്ങാണ്. പിന്നെയും വന്ന് നമ്മളവിടെ പറഞ്ഞു നിർത്തി റോപ്പ് വേ. അതായത് കേരളത്തിൽ ഒരുപാട് റോപ്പ് വേ ഉണ്ടെങ്കിലും ഈ മലമ്പുഴയിലാണ് എനിക്ക് തോന്നുന്നു ആദ്യത്തെ റോപ്പ് വേ വന്നിരിക്കുന്നത് കേട്ടോ കേരളത്തിൽ. അതുകൂടാതെ തന്നെ ഇത് ഏറ്റവും ജനകീയമായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പം എല്ലാം മാറിപ്പോയി, കാരണം മലമ്പുഴ ആർക്കും വേണ്ടാത്ത അവസ്ഥയായി. പക്ഷേ ഇപ്പോൾ തിരിച്ചു വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ കേരളത്തിൻ്റെ പാലക്കാട് എന്ന് പറയുമ്പോൾ ഒരു ഭംഗിയും അതുപോലെ തന്നെ മലമ്പുഴ, കവ, അങ്ങനെയൊക്കെ ദേ പിന്നെയും വന്ന്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം കേട്ടോ. ഇത് കണ്ടില്ല, ആ ചക്രത്തിൽ എവിടെയോ ഒരയുമ്പോഴാണ് ഈ ഒരു ജെർക്കിങ്ങും സൗണ്ടും ഒക്കെ വരുന്നത്. അപ്പോൾ ഈ റോപ്പ് വേ പോലെയുള്ള സംവിധാനങ്ങൾ കുറേ കാലഘട്ടത്തിന് മുന്നേ നമ്മുടെ പാലക്കാട് വന്നിട്ടുണ്ട്. അതിന് നമുക്ക് പാലക്കാട്ടുകാർക്ക് അഭിമാനിക്കാം കേട്ടോ. കാരണം മറ്റുള്ള ജില്ലക്കാരെല്ലാം നോക്കിയിരിക്കുമ്പോൾ നമ്മൾ റോപ്പ് വേ കൊണ്ടുവന്ന് മാസ് കാണിച്ചാൽ നമ്മുടെ പാലക്കാട്ടുകാർ. ഇതേ പിന്നെയും ഞാൻ പറഞ്ഞ സ്പോട്ട് എത്തിയിട്ടോ. ഇവിടെ മഴക്കാലത്തൊക്കെ വരികയാണെങ്കിൽ ഒരുപാട് അരുവികൾ സൈഡിലൂടെ ഇങ്ങനെ ഒഴുകി വരുന്നത് കാണാം. അതിന് മേലെ കൂടെയാണെങ്കിൽ നമ്മൾ റോപ്പ് വേയിലേക്ക് പോവാം. ഇത് കണ്ടില്ലേ, ഇവിടെ എത്തുമ്പോൾ എന്താണെന്നറിയില്ല, താഴോട്ട് നോക്കുമ്പോൾ ഒരു പേടിയായിട്ടോ ആർക്കാണെങ്കിലും. മൊബൈലൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ എങ്ങാനും താഴത്ത് വീണ് കഴിഞ്ഞാൽ നേരെ പുഴയിലോട്ടാണ് പോകുന്നത്, പിന്നെ നോക്കണ്ട. നട്ടുച്ചയ്ക്കാണ് ഞാൻ ഈ റോപ്പ് വേയിൽ കയറിയത്. അതുകൊണ്ടാണ് കേട്ടോ റോപ്പ് വേയിലും ആൾ കമ്മി, അതുപോലെ തന്നെ താഴെയും ആൾക്കാർ കമ്മിയായത്. ഇത് കണ്ടില്ല, റോപ്പ് വേയുടെ നിഴൽ ആ വെള്ളത്തിലിങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. നല്ല രസമില്ലേ ഇവിടെ നിന്ന് ഡാം കാണാൻ? എന്ത് ഭംഗിയാണ്, ശരിക്കും നല്ലൊരു ഭംഗിയുള്ളൊരു ഡാമാണ് നമ്മുടെ മലമ്പുഴ. പിന്നെ ഈ ഗാർഡനൊക്കെ ഒന്ന് വ്യത്യസ്തമായി ഒന്ന് മോഡിഫൈ ഒക്കെ ചെയ്ത് നല്ല രീതിക്കാക്കിയ ഒരു വൃന്ദാവൻ സ്റ്റൈലിലാക്കാൻ പറ്റിയ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് നമ്മുടെ മലമ്പുഴയ്ക്ക് കേട്ടോ. ഞാൻ ഈ കാഴ്ചകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ പകർത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ വേറൊരു കാര്യം വിട്ടുപോയി. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, ആ ഭാഗത്തായിട്ട് കുറച്ചപ്പുറത്തായിട്ട് ഡാമിനപ്പുറത്തായിട്ട് യക്ഷി ഉണ്ടായിരുന്നു. നമുക്ക് യക്ഷിയുടെ ശില്പം അത് കാണാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇനി വേറൊരു വീഡിയോയിൽ അത് കാണിക്കാൻ ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിക്കാം കേട്ടോ എന്തായാലും. കാരണം മലമ്പുഴയുടെ ഏറ്റവും ഫേമസ് ആയ ഒരു സംഭവമാണ് മലമ്പുഴ യക്ഷി എന്ന് പറയുന്നത്. യക്ഷിയുടെ കഥകളൊക്കെ നമുക്ക് വീണ്ടും വേറൊരു വീഡിയോയിൽ പറയാം. നമ്മളെന്തായാലും ഇപ്പോൾ റോപ്പ് വേ കാണാൻ വന്ന് റോപ്പ് വേ ആസ്വദിക്കുക, തിരിച്ചു പോവുക. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് റോപ്പ് വേ. അതുകൂടാതെ തന്നെ ഉച്ച നേരത്ത് ഇതിൽ കയറാൻ ശ്രമിക്കുക. പക്ഷേ വെയിൽ കൊള്ളാനുള്ള ഒരു സ്റ്റാമിന വേണം. വെയിൽ കൊണ്ടിരിക്കണം എന്ന് മാത്രമുള്ളൊരു ഡീമെറിറ്റ് ഉണ്ട് കേട്ടോ. പക്ഷേ അവിടെ നിന്നുള്ള വ്യൂ കാണാനും അതുപോലെ ക്യാമറയിൽ ഈ ഉച്ച നേരത്തുള്ള വിഷ്വൽസ് പകർത്താനും നല്ല രസമാണ്. കണ്ടില്ലേ എത്ര മനോഹരമായിട്ട് നമുക്ക് ഒപ്പിയെടുക്കാൻ പറ്റും.
താഴേക്ക് കാണുമ്പോൾ ഗാർഡനും അതുപോലെ തന്നെ ഫൗണ്ടെയിൻസും കൊച്ചു കൊച്ചു പൂളുകളൊക്കെ കാണാൻ നല്ല രസമാട്ടോ ഇവിടെ നിന്ന് കാണാൻ. നമ്മുടെ റോപ്പ് വേ യാത്ര ഏതാണ്ട് തീരാറായി. നമ്മൾ ഒരു വശത്തുനിന്ന് വേറൊരു വശത്ത് പോയി തിരിച്ചു വന്നു. അതുപോലെ തന്നെ ഇവിടെ കാണാൻ നല്ല രസമില്ല, ഈ കുരിശ് രൂപത്തിൽ, കുരിശല്ല കേട്ടോ, 4 സൈഡിലേക്ക് ഇങ്ങനെ വെള്ളത്തിൻ്റെ ഒരു രൂപം വരച്ചതാണ്. അവിടെ നിന്ന് ദൂരെയായിട്ട് ഒരുപാട് മലകൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ തിരിച്ച് നമ്മൾ കയറി ഇവിടെ തന്നെ എത്താറായി. അപ്പോൾ ഇവിടെ നിന്ന് ലാസ്റ്റ് മലമ്പുഴയുടെ ഷട്ടർ വ്യൂ ഒന്നും കൂടി കാണിച്ചു തരാം കേട്ടോ, നല്ല രസമുണ്ട്. അതുകൂടാതെ തന്നെ ഇത് മഴക്കാലത്തൊക്കെ വരുമ്പോൾ നല്ല രസമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഷട്ടർ തുറന്നിരിക്കുമ്പോഴും നല്ല രസമായിരിക്കും കാണാൻ. അപ്പോൾ ഇവിടെ വേറൊരു കാഴ്ച കൊണ്ടിട്ട് അധികം ആരും പോകാത്തൊരു സ്ഥലമാണ്. ഇതാ അങ്ങ് മേലെയായിട്ട്, ഈ റോപ്പ് വേ സെൻറ്ററിന് മേലെയായിട്ട് ഒരു വാന നിരീക്ഷണ കേന്ദ്രമുണ്ട്. അതൊന്ന് കാണണമെന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളിതാ ഇറങ്ങാറായി, നമ്മുടെ സ്റ്റേഷനിൽ എത്തിയിട്ടോ. തിരിച്ച് അവർ ഇങ്ങനെ എംപ്ലോയീസ് നമ്മളെ ഇറക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. അവർ ആ ലോക്ക് തുറക്കുകയാണ്. ലോക്ക് തുറന്ന് നമ്മളിങ്ങനെ ചാടി എഴുന്നേക്കുക, അങ്ങനെ എണീച്ച് നടക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ റോപ്പ് വേ. എന്ത് രസമല്ലേ, എത്ര സിമ്പിളായിട്ടാണ് അന്ന് കാലഘട്ടത്തിൽ തന്നെ ഇത് നിർമ്മിച്ച് നമ്മൾ ഒരുപാട് കാലത്തെ മുൻകൂട്ടി നിശ്ചയിച്ച് ഇങ്ങനെ പറഞ്ഞു വെച്ചതുപോലെ അത്രയ്ക്ക് ഫേമസ് ആകുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ഈ റോപ്പ് വേ എന്ന് പറയുന്നത്. തീർച്ചയായും ഇതൊന്ന് കാണുക കേട്ടോ. അപ്പോൾ നമുക്കിനി നേരെ വാന നിരീക്ഷണ കേന്ദ്രം അവിടെ ഉണ്ട് കേട്ടോ, അങ്ങോട്ടൊന്ന് പോയി നോക്കിയാലോ. നമ്മൾ റോപ്പ് വേയിലെ എൻട്രൻസ് കണ്ടില്ലേ, അവിടെ നിന്ന് കുറച്ച് മുകളിലോട്ട് കയറുന്ന ആ റോഡ് തന്നെയാണ് കേട്ടോ ഈ വാന നിരീക്ഷണ കേന്ദ്രത്തിലോട്ട്. ഇവിടെ അടച്ചു പൂട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും ഒന്ന് പോയി നോക്കാം, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യട്ടോ, കിട്ടണേ കാണാലോ എന്ന് പറഞ്ഞിട്ട് പോയതാണ്. പക്ഷേ അവിടെ അടച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പുറത്തു നിന്നുള്ള കാഴ്ചകൾ ഇങ്ങനെ പകർത്തിയിട്ട് തിരിച്ചു വന്നിട്ടോ. എല്ലാ ഉപകരണങ്ങളും നശിച്ചു തുടങ്ങിയിരിക്കുന്നു. നല്ല ബിൽഡിങ്ങുകളും അതുപോലെ തന്നെ ഒരുപാട് ഉപകരണങ്ങളെല്ലാം നശിച്ചു തുടങ്ങിയിരിക്കുന്നു കേട്ടോ. ഇത് ഇവിടെ നിന്ന് കാണാൻ നല്ല രസമായിരിക്കും. ചിലപ്പോൾ രാത്രിയെല്ലാം ഇവിടെ നിന്ന് വാന നിരീക്ഷണമൊക്കെ കാണാൻ നല്ല രസമായിരിക്കും കേട്ടോ. തീർച്ചയായും ഇത് അധികൃതരുടെ മുന്നിലെത്തുന്നവരെ ഒന്ന് ഷെയർ ചെയ്ത് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഉൾപ്പെടുത്താൻ ശ്രമിക്കാൻ പറയണം.